നമ്മളൊക്കെ കേട്ടിട്ടില്ലേ യാത്രകളിൽ ഏറ്റവും മനോഹരമായ യാത്ര സ്വന്തം വീട്ടിലേക്കുള്ള മടക്കയാത്രയാണെന്ന്. എല്ലാ വീട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്കും മനോഹാരിത ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. യാത്രകളിൽ ഏറ്റവും വേദനാജകരവും പ്രയാസം നിറഞ്ഞതും ആസ്വദിക്കാൻ കഴിയാത്തതുമായ കുറച്ച് യാത്രകളുണ്ട്. ഇതിലൊന്ന് സ്വന്തം ഉറ്റവരെയും ഉടയവരെയൊക്കെ മാറ്റി നിർത്തി സ്വന്തം കുടുംബത്തിനെ തനിച്ചാക്കി ജോലി ആവശ്യത്തിനായിട്ട് സ്വന്തം കുടുംബത്തിനോട് യാത്ര പറഞ്ഞ് പ്രവാസ ലോകത്തേക്ക് മടങ്ങുന്ന പ്രവാസികളായ ആളുകളെ യാത്രയ്ക്ക് ഒട്ടും മനോഹാരിത ഉണ്ടാവില്ല. ഏറ്റവും വേദനാജകരവും പ്രയാസം നിറഞ്ഞതും ആസ്വദിക്കാൻ കഴിയാത്തതുമായ ഒരു യാത്രയാണത്. ആ യാത്രയ്ക്കായിട്ട് ഒട്ടുമിക്ക പ്രവാസികളും തെരഞ്ഞെടുക്കുന്ന സമയം രാത്രി സമയങ്ങളാണ്. കാരണം രാത്രി സമയങ്ങളിൽ അവരെ മക്കൾ ഉറങ്ങുന്ന സമയത്ത് യാത്ര ചെയ്യുമ്പോൾ അതിനൊന്നുകൂടെ കാഠിന്യം കുറയും. സ്വന്തം മക്കളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പ്രവാസ ലോകത്തേക്ക് പോകുന്ന ആളുകളെ മാനസികാവസ്ഥ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. പ്രവാസികളായ ആളുകള് പ്രവാസ ലോകം ജോലിക്ക് വേണ്ടി തെരഞ്ഞെടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ജോലി സ്ഥലത്ത് എത്തിയിട്ട് ജോലിയിൽ പ്രവേശിച്ചിട്ട് ശമ്പളമൊക്കെ കിട്ടി നാട്ടിലേക്ക് അയക്കണേ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഒട്ടുമിക്ക പ്രവാസികളും പ്രവാസ ലോകം തെരഞ്ഞെടുക്കുക. അതേസമയം സ്വന്തം മക്കളോട് യാത്ര പറഞ്ഞിട്ട് പ്രവാസ ലോകത്തേക്ക് മടങ്ങുമ്പോൾ ആ മക്കൾ മനസ്സിൽ ചിന്തിക്കുക എന്താണെന്നറിയോ? എന്റെ മാതാവ് അല്ലെങ്കിൽ എന്റെ പിതാവ് പ്രവാസ ലോകത്തേക്ക് പോകുന്ന അവസരത്തിൽ ആ പോകുന്ന വാഹനത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ട് ആ യാത്ര മുടങ്ങണേ, അവരെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കണേ, അവരെ വിട്ടുപിരിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം സാധ്യമല്ല, ഒരിക്കലും അതിന് അനുവദിക്കരുത് എന്ന് അവർ പ്രാർത്ഥിക്കും. ഈ എയർപോർട്ടിനും ആശുപത്രികൾക്കും ഒരുപാട് സാമ്യങ്ങളുണ്ട്. ആശുപത്രികളിൽ ഒരു ഭാഗത്ത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ വേണ്ടപ്പെട്ടവർക്കും ഉറ്റവർക്കും ഉണ്ടാകുന്ന സന്തോഷം ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ മറുഭാഗത്ത് സ്വന്തം ഉറ്റവരും ഉടയവരൊക്കെ മരണപ്പെടുമ്പോഴുള്ള വേദന അനുഭവിച്ചുകൊണ്ടുള്ള ആളുകൾ മറുഭാഗത്തും ആ ആശുപത്രിയിൽ തന്നെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് എയർപോർട്ടുകളിലും. ഒരു ഭാഗത്ത് സ്വന്തം വീട്ടിലേക്കുള്ള മടക്കയാത്ര ആസ്വദിച്ചുകൊണ്ട് സ്വന്തം ഉറ്റവരും ഉടയവരൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പ്രവാസികളായ ആളുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് ഒരു കൂട്ടരുണ്ടാവുമ്പോൾ മറുഭാഗത്ത് സ്വന്തം പ്രിയതമനെ കണ്ണീരോടുകൂടി യാത്രയാക്കുന്ന പ്രിയതമിയെ കാണാം. അതുപോലെ തന്നെ സ്വന്തം മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ യാത്രയാക്കുന്ന സ്വന്തം മക്കളെ കാണാം. അങ്ങനൊക്കെ യാത്ര പറഞ്ഞ് യാത്ര അയച്ചതായിരിക്കട്ടോ ഇന്നലെ മരണപ്പെട്ടു പോയ മിഥുൻ എന്ന സഹോദരൻ സ്വന്തം അമ്മയെ, സ്വന്തം മക്കളെ ഭാവി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി എല്ലാ സുഖങ്ങളും വെടിഞ്ഞിട്ട് കഠിനമായ പ്രവാസം ആ മാതാവ് തെരഞ്ഞെടുക്കുമ്പോൾ പ്രയാസം നിറഞ്ഞ പ്രവാസത്തില് സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന്റെ ഒരു പങ്ക് എല്ലാ മാസവും സ്വന്തം മക്കളെ സന്തോഷത്തിനായിട്ട് അവർക്കുള്ള സമ്മാനങ്ങൾ മേടിച്ചിട്ട് ഇങ്ങനെ റൂമിൽ ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കുമ്പോ ഇടുത്തി എന്നോണം നാട്ടിൽ നിന്നൊരു വാർത്ത കേൾക്കാണ് സ്വന്തം മകന് മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ആ മാതാവിന്റെ മാനസികാവസ്ഥകളൊന്ന് ചിന്തിച്ചു നോക്കി. ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട് ഒരുപാട് സമ്മാനങ്ങളൊക്കെ ആയിട്ട് സ്വന്തം മക്കളെ കാണാൻ പോകുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന ആ മാതാവ് സ്വന്തം മകന്റെ മരണവാർത്ത കേട്ടിട്ട് നാട്ടിലേക്ക് മടങ്ങുന്ന രംഗം ആലോചിച്ച് നോക്കി. ആ യാത്രയുടെ അനുഭവം ഒന്ന് ഓർത്തു നോക്കി നിങ്ങള്. ചുറ്റും സംഭവിക്കുന്നതൊന്നും കാണാതെ കണ്ണിൽ ഇരുട്ടടിഞ്ഞ് ദുഃഖഭാരത്താൽ ആ അമ്മ ആ മകന്റെ ചേതനയേറ്റ ശരീരം കാണാൻ വേണ്ടിയിട്ട് പ്രവാസ ലോകത്തു നിന്നും നാളെ യാത്ര തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. തീർച്ചയായിട്ടും നമ്മളിൽ ഒരുവളായ പ്രവാസിയായ സഹോദരിയുടെ ദുഃഖത്തിൽ പങ്കുചേരാണ് ആ അമ്മക്കിനി സമാധാനം പ്രദാനം ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.